അൻഹ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ കുടുംബജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ട് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലുന്നിടത്തേക്ക് വിഷയമെത്തി. ഉമർ റളിയല്ലാഹു തആല അൻഹു തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് മദീനയിലൂടെ നടന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മോൾക്ക് നഷ്ടം വന്നല്ലോ, എന്റെ മോളുടെ ജീവിതം നഷ്ടമായല്ലോ. മാ അസ്ബഹല്ലാഹു യുബാലി ബിഉമർ വലാ ബിബ്നതി ഉമർ. ഹഫ്സ ബീവിയെ നബി ത്വലാഖ് ചൊല്ലുമെന്നാണ് വിഷയമെത്തിയത്. പിന്നെ എന്ത് വേണം? നിബിതങ്ങൾ ഉമർ തങ്ങൾ എപ്പോഴും പറയൂട്ടോ, കല്യാണം കഴിച്ചു കൊടുത്തു നിബിതങ്ങൾക്ക്. നിബിതങ്ങളുടെ അമ്മോശന ഉമർ റളിയല്ലാഹു അൻഹു, നിബിതങ്ങളുടെ അമ്മോശന സിദ്ദീഖ് എന്നവര്, നിബിതങ്ങളുടെ പുതിയാപ്പിളയ ഉമർ എന്നവര്, ഉസ്മാൻ എന്നവര്, നിബിതങ്ങളുടെ പുതിയാപ്പിളയാണ് അലി എന്നവര് റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഉമർ തങ്ങൾ പറയും, ഹഫ്സ ബീവി, ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് കൊഞ്ചുന്ന പോലെ ഹഫ്സ നിങ്ങൾ കൊഞ്ചിക്കൊഴയാൻ നിൽക്കരുതേ. ആയിഷ ബീവി ഇച്ചിരി സ്വാതന്ത്ര്യമെടുത്ത് നബിയോട് പലതും പറയും. ആയിഷ ബീവി പറയുന്ന പോലെ വാക്കിന് ഉത്തരം. ആയിഷ ബീവി അങ്ങനെ തങ്ങളോട് പലതും പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വിഷമായിട്ടല്ല, പക്ഷെ ബീവി ആ ഒരു ഫ്രീഡം കാണിക്കും. ഞാൻ നിങ്ങൾ വരുമ്പോൾ ഏതൊരു ബൈക്ക് വരെ ചക്കൻ പോകുന്നത് കണ്ടു. എൻ്റെ ബാക്കിൽ ബോൺ ടു ബി ഫ്രീ എന്നാണ് എഴുതിയത്. അങ്ങ് ആലോചിച്ചു, ടീഷർട്ടിന്റെ ബാക്കിൽ എഴുതി കൊടുത്തത് ബോൺ ടു ബി ഫ്രീ, സ്വതന്ത്രനാവാൻ വേണ്ടി ജനിച്ച ആളാണ്. എന്താണ് അവ ഉദ്ദേശിച്ചത്? സ്കൂളിൽ പോകുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഞാൻ സ്വതന്ത്രം എന്ന് പറഞ്ഞ് നടക്കുകയായിരിക്കും ചിലപ്പോൾ. എനിക്ക് ഒരു നിയമവും വേണ്ട, ഞാൻ ഔട്ട്ലോ അങ്ങനെ ഉണ്ടാവില്ല, എനിക്ക് നിയമമൊന്നും ബാധകല്ല, അങ്ങനത്തെ ആൾ. ബോൺ ടു ബി ഫ്രീ, ഫ്രീഡം കിട്ടാൻ വേണ്ടി ജനിച്ചതാണ്. ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, പാവം. പക്ഷെ അവൻ്റെ ടീഷർട്ടിന്റെ ബാക്കിൽ മുമ്പിൽ ആരോ ഓടിക്കുന്നുണ്ട്, ബാക്കിൽ ഈ കുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ടീഷർട്ടിന്റെ ബാക്കിൽ കണ്ടതാ, കോഴിക്കോട് ജില്ലയിൽ എവിടെയാണെന്ന് കണ്ടത്. ഏതായിരിക്കട്ടെ, ആ ക്യാപ്ഷൻസ് ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ചില ഫ്രീഡം എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. അവർക്ക് അറിയാത്തത് കൊണ്ടാണ് എന്തായി ഫ്രീഡം. നമ്മളിപ്പോൾ ഇവിടെ തോന്നിയ പോലെ വണ്ടി ഓടിക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് ഒന്നും നോക്കണ്ട, സൈഡ് കൊടുക്കണ്ട, സിഗ്നൽ ഇടണ്ട, റെഡ് സിഗ്നൽ നിർത്തണ്ട, നമ്മളൊക്കെ ഫ്രീഡം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റോഡിൻ്റെ അവസ്ഥ? അവിടെ മരണമല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഫ്രീഡം ആസ്വദിക്കാൻ ഒരു നിയമം വരുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു ഓർഗനൈസേഷനാണ്. നല്ലതാണ്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇച്ചിരി ഫ്രീഡം, അവിടെ നമ്മൾ ആലോചിച്ചു പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്ത് നബി തങ്ങളോട് പെരുമാറും. അപ്പൊ അന്ന് രാത്രി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ വിരിപ്പിൽ കിടക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ആയിഷ ബീവിക്ക് ഒരു സംശയം. അപ്പൊ നബി അങ്ങ് തപ്പി നോക്കുക. അപ്പൊ രാത്രി ഇരുട്ടാണ്, അന്ന് വെളിച്ചല്ല, കല്ലൊക്കെ ഉരസിയിട്ട് വേണം കത്തിക്കാൻ, ലൈറ്റും ഇതൊന്നും സ്വിച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ ആയിഷ ബീവിക്ക് സംശയം, നബി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയോ, തൊട്ടപ്പുറത്ത് നബിതങ്ങളുടെ ഭാര്യയുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പോയോ എന്ന് സംശയം. അങ്ങനെ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങൾ ഇങ്ങനെ തപ്പി നോക്കുകയാണ്. തപ്പി നോക്കുമ്പോൾ നബിയുടെ കണ്ണിൽ, മുഖത്താണ് ആയിഷ ബീവിന്റെ കൈ തട്ടിയത്. അപ്പൊ തങ്ങൾ ഉണർന്നു. സല്ലല്ലാഹു, തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ തപ്പല് കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, ആയിഷ നിങ്ങളുടെ ശൈത്താൻ അടുത്ത് വന്നല്ലേ എന്ന് പറഞ്ഞാൽ നബി പോയിക്കണെന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലാരോ പറഞ്ഞെന്നല്ലേ, അതല്ല ഇപ്പൊ ഈ തപ്പലെന്നാ നബി തങ്ങൾ ഉറക്കത്തിനായി ചോദിക്കുന്നത്. അപ്പൊ ആയിഷ ബീവി ഉറക്കത്തിൽ ഇങ്ങോട്ട്, അമാലൊക്കെ ഷൈത്താൻ, നിങ്ങൾക്ക് ഷൈത്താനൊന്നും ഇല്ലേ നബിയെ? ഇതൊക്കെ ആയിഷ ബീവി ചോദിക്കും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പല ഉണ്ട്, പക്ഷെ എന്റെ ഷൈത്താൻ വലാകിന്നഹു അസ്ലം വൻ മുസ്ലിമാൻ ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ തിന്മ എന്നോട് അവൻ കൽപ്പിക്കൂല, എന്റെ കൂടെ ഉള്ള ആൾ മുസ്ലിമായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ച് ചോദിച്ചതാണ് ഇതിലെ കൗതുകം. ആയിഷ ബീവി നിങ്ങളെ ഷൈത്താൻ അടുത്തേക്ക് വന്നല്ലേ, അപ്പൊ അമാലൊക്കെ ഷൈത്താൻ, നിങ്ങൾക്ക് ഷൈത്താൻ അല്ലേ നബിയെ? വേറെ വല്ലവരും ആണെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടാവും ഇമാരി മറുപടിയൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഹബീബായ നബി അതൊക്കെ വിശാല മനസ്സോടുകൂടെ സ്വീകരിക്കും. ആ ഒരു ഫ്രീഡം സ്വന്തം ഭാര്യയല്ലേ പറയണത്, ശരി, സ്വാതന്ത്ര്യം. ഉമർ തങ്ങൾ പറയും, ഹഫ്സ ബീവി, എന്റെ മോളെ ഹഫ്സ, ആയിഷ ബീവി ഈ കളിക്കണ പോലെ നീ കളിക്കാൻ നിൽക്കരുതേ. അള്ളാഹുവിന്റെ റസൂലിന് നിന്റെ സ്വഭാവം പിടിച്ചില്ലെങ്കിൽ നിന്നെ ത്വലാഖ് ചൊല്ലും. പിന്നെ നിനക്ക് ദുനിയാവ് ഉണ്ടാവില്ല, ആഖിറ ഉണ്ടാവില്ല. ഇത് ഇടക്കിടക്ക് നബി തങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മോഷനാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. കൂട്ടത്ത് പറയാണ്, മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഇത്ര പവൻ കൊടുത്തു, ഞാൻ ഇത്രയൊക്കെ ചെലവാക്കിയോളെ കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്ന് കാലം കഴിക്കേണ്ട. ആ വീട്ടിൽ സുഖം തന്നെയാണോ, ഇവർ നല്ല നിലക്കാണോ, റാഹത്ത് തന്നെയാണോ ജീവിക്കുന്നത്, അവർ തമ്മിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കുണ്ടോ, നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുന്ന വല്ല പ്രശ്നങ്ങളവിടെ ഉണ്ടോ, ഇതൊക്കെ ഒന്ന് നോക്കലും കൂടെ അമ്മോഷന്മാർക്ക് മരിക്കണവരെ ബാധ്യതയാണ് കേട്ടോ. കല്യാണം കഴിച്ചങ്ങ് വിട്ടാൽ തീർന്നു, ഇനി എന്നോട് ചോദിക്കേണ്ട, ഞാൻ തരാമല്ലോ ഒക്കെ തന്നില്ലേ, ഇതെന്താ കച്ചവടാ? നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് ചെന്നിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെണ്ണിന്റെ വാപ്പയും ചെറുക്കന്റെ വാപ്പയും അവര് സമാധാനപരമായ ഒരു പരിഹാരം കാണണം. ഒരു ചെറുപ്പക്കാരല്ലേ, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും, ചെയ്തെന്ന് വരും. പക്ഷേ അമ്മോഷന്മാർ ഇടപെടണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് ഉമർ തങ്ങൾ ഇടക്കിടക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നബി തങ്ങൾ ഇടപെടാറുണ്ട് ഫാത്തിമ ബീവിയുടെ വിഷയത്തിൽ. അലി തങ്ങൾ ഒരിക്കൽ ദേഷ്യപ്പെട്ട് ഫാത്തിമ ബീവിയെ ദേഷ്യപ്പെട്ട് ബഹുമാനപ്പെട്ടവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ നബിതങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, അയിന അലി, അലി എവിടെ? ഫാത്തിമ
പറഞ്ഞു, നബിയെ എന്നോട് ചൂടായി പോയതാ, എവിടെ പോയതെന്ന് അറിയുന്നില്ല. അപ്പൊ നബി തങ്ങൾ അങ്ങാടി പോയി, അവിടെ കാണുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് അലിയാരെ കാണുന്നില്ല റളിയല്ലാഹു അൻഹു. അപ്പണ്ട് ഒരു മസ്ജിദിന്റെ മൂലയിൽ, അന്ന് പള്ളിൻ്റെ ഉള്ളിലൊക്കെ മണലാണല്ലോ, കാർപ്പറ്റൊന്നും ഇല്ലല്ലോ, അവിടെ ഇങ്ങനെ മണ്ണിൽ കിടക്കുന്നുണ്ട് അലി റളിയല്ലാഹു. അപ്പൊ മുഖത്തൊക്കെ മണ്ണുണ്ട്, നെറ്റിയിലൊക്കെ. അപ്പോൾ ടെൻഷൻ അടിച്ചപ്പോൾ പോയതാ പള്ളി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നബി തങ്ങൾ അലിയാരുടെ നെറ്റിയിൽ ഇങ്ങനെ തടവിയിട്ട് പറയുന്നുണ്ട്, യാ അബാ തുറാബ്, മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ എന്നാണ് വാക്കിനർത്ഥം. മണ്ണിന്റെ വാപ്പാന്ന വാക്ക് തോന്നുക, പക്ഷെ മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ എന്ന അതിന്റെ ആശയം. യാ അബാ തുറാബ് ഖും യാ അബാ തുറാബ്, എഴുന്നേൽക്കീൻ അലിയാരെ എന്ന് പറയുന്നത്. അബാ തുറാബ്, മണ്ണിൽ ഒന്ന് കിടക്കുക അല്ലേ അലിയെ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, എന്താ പ്രശ്നം? ഒന്നുമില്ല നബിയെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല നബിയെ. എന്നാ വരെ നമുക്ക് പോവാ. അലി തങ്ങൾ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് പിന്നെ അബാ തുറാബ് എന്നായിരുന്നു. അലി തങ്ങളെ ആരെങ്കിലും അബൂ തുറാബ് എന്ന് വിളിച്ചാൽ ഭയങ്കര ഇഷ്ട. അതെന്തേ? ആ പിണക്കമുണ്ടായ ദിവസം പിണക്കം തീർക്കാൻ വേണ്ടി വന്ന അമ്മോഷൻ പുണ്യനബി വിളിച്ച പേരാണത്, അബൂ തുറാബ്. മണ്ണിന്റെ വാപ്പാന്ന വാക്ക്, മണ്ണ് പുരണ്ട് കിടക്കുന്ന ആളെ. അലി തങ്ങൾക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബി തങ്ങളിട്ട പേരാ അബൂ തുറാബ് എന്ന് പറയാൻ. തങ്ങൾ ഇടപെടുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഇടപെടാതിരുന്നാൽ വലിയ പ്രശ്നമായി പൊട്ടിത്തെറി എത്തുമ്പോഴാണ് വീട്ടുകാരറിയുക. പിന്നെ ഒരു രക്ഷയില്ല, അത് കുറെ കാലമായോലോ അവർ തമ്മിലെ പ്രശ്നം തുടങ്ങിയിട്ട് എന്ന് പറയും. അപ്പൊ ഇത്രയും കാലം നമ്മൾ അറിഞ്ഞില്ലേ അതൊന്നും. അപ്പൊ ഇടപെടണം. ഹഫ്സ റളിയല്ലാഹു അൻഹയെ ത്വലാഖ് ചൊല്ലാൻ നബി തങ്ങൾ തീരുമാനിച്ചൊരു സമയം ഉമർ തങ്ങൾ അങ്ങോട്ട് വിഷമിച്ചു. തലയിലേക്ക് മണ്ണ് വാരിയിട്ടു. ആലോചിച്ച് നോക്കി, ഉമർ എന്നവർ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. തലയിലേക്ക് മണ്ണ് വാരി എറിഞ്ഞിട്ട് മദീനയുടെ അങ്ങാടികളിലൂടെ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോയിട്ട് പറയുകയാണ്, മാ അസ്ബഹല്ലാഹു യുബാലി ബിഉമർ വലാ ബിബിനതി ഉമർ. അല്ലാഹുവിന് ഉമറിനെയും ഉമറിന്റെ മോളെയും വേണ്ടേ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടന്നിട്ടുണ്ട്. അല്ലാഹുവിന് ഉമറിനെ വേണ്ടേ, ഉമറിന്റെ മോളെയും അള്ളാഹ്ക്ക് പ്രശ്നമല്ലേ, അള്ളാഹു എന്താണ് ഉമറിനെയും ഉമറിന്റെ മോളുടെയും വിഷയം നോക്കാത്തത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. അപ്പോഴാണ് വഹി വരുന്നത്, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ ഫഇന്നഹാ സവാമത്തുൻ ഖവാമ വഇന്നഹാ സൗജതുക ഫിൽ ജന്ന. നബിയേ, ഹഫ്സയെ നിങ്ങൾ തിരിച്ചെടുക്കണമേ, ഹഫ്സയെ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കണമേ. കാരണം ഫഇന്നഹാ സവാമത്തുൻ ഖവാമ, അങ്ങയോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരൊരുപാട് നിസ്കരിക്കുന്നവരാണ്, അവരൊരുപാട് നോമ്പെടുക്കുന്നവരാണ്. അങ്ങയുടെ സ്വർഗത്തിലെ സഹധർമ്മിണിയാണ്, അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യയാണ് ഹഫ്സ എന്ന് പറഞ്ഞ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പറഞ്ഞത്, ചെറുപ്പക്കാരിയാണെങ്കിലും ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നവർ. റമദാൻ നോമ്പെടുക്കുന്നവർക്ക് സവ്വാമ എന്നും പറയില്ല, എല്ലാവരും എടുക്കണമല്ലേ നോമ്പ്, റമദാൻ നോമ്പ്. റമദാൻ അല്ലാത്ത സമയത്ത് സുന്നത്തായ നോമ്പുകൾ ധാരാളം എടുത്തിരുന്നവരാണ് മഹദിയായ ഹഫ്സ ബീവി. ഖവ്വാമ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അല്ലാഹുവിനെ നിസ്കരിക്കുന്നവരാണ്, പ്രാർത്ഥനയിൽ മുഴുകുന്നവരാണ്, ആരാധന ചെയ്യുന്നവരാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. മൊബൈലും പിടിച്ചിരിക്കല്ല, യൂട്യൂബും കണ്ടിരിക്കല്ല, അനാവശ്യമായ ചാറ്റിങ്ങിലല്ല, പിന്നെയോ അല്ലാഹുമായുള്ള കണക്ഷൻ, അല്ലാഹുമായുള്ള കണക്ടിവിറ്റി സുദൃഢമാക്കുന്ന പണിയാണ് മഹദിയായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹക്ക്. അതുകാരണം നബിയെ, ഹഫ്സ ബീവിയെ നിങ്ങൾ തിരിച്ചെടുക്കണമേ എന്ന് അല്ലാഹു കാരണം പറഞ്ഞത്. അവർ നിസ്കരിക്കുന്നവരാണ്, ധാരാളം നോമ്പെടുക്കുന്നവരാണ്. അത് കാരണം അവർ അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യയാണ് നബിയെ എന്ന് അഷ്റഫുൽ ഖൽഖിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇത് മാതൃകയാണ്. പെണ്ണുങ്ങളെ, വെറുതെ ഫോണും പിടിച്ചിരുന്ന അനാവശ്യ വർത്തമാനം പറഞ്ഞ സമയം കളയല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയുണ്ട്, ലോകപ്രസിദ്ധയായ മഹദിയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മയാണത്. ഉർവത്ത് ഇബ്നു സുബൈർ എന്നവരുടെ ഉമ്മ മുസ്അബ് ഇബ്നു ഉമൈർ എന്നവരുണ്ട്, മുസ്അബ് ഇബ്നു സുബൈർ ഉണ്ട്. അവരുടെയൊക്കെ ഉമ്മയാണ് സിദ്ദീഖ് എന്നവരുടെ മോള്. ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് അസ്മാഉ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബിൻത് അബീ ബക്കർ കയ്യിൽ കിട്ടുന്നത് മുഴുവനും സ്വന്തം അനുജത്തിയെ പോലെ ആയിഷ ബീവിയെ പോലെ സ്വതക്ക ചെയ്തിരുന്ന മഹദി. പക്ഷെ ആയിഷ ബീവിയുടെയും അസ്മാ ബീവിയുടെയും ഉമ്മ രണ്ടും രണ്ടാണ്, രണ്ട് ഉമ്മമാരാണ്. പക്ഷെ വാപ്പ ഒന്നാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
മാ റഅയ്തു ഇംറഅതൈനി ഖത്തു അജ്വദ മിൻ ആയിഷ വ അസ്മാ ബീവിയെക്കാളും ആയിഷ ബീവിയെക്കാളും നന്നായി ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണ്. അത്രയും ആയിഷ ബീവിയുടെ പ്രത്യേകത, കുറച്ച് പൈസ കിട്ടിയാൽ അത് ഇങ്ങനെ ഒരു സംഖ്യയാവണ വരെ ആയിഷ ബീവി ഒരുമിച്ച് കൂട്ടും. വലിയൊരു സംഖ്യയായാൽ അങ്ങോട്ട് കൊടുത്തു ഒഴിവാക്കും. പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കും. അസ്മാ ബീവി അങ്ങനെയല്ല, കിട്ടുന്നത് അപ്പോൾ തന്നെ കൊടുത്തു വിട്ടും. എത്രയാണോ കിട്ടുന്നത് അത് അങ്ങനെ അങ്ങ് കൊടുത്തു വിട്ടും. യാ അല്ലാഹ്, 5000 മുതൽ 6000 വരെ പൈസ മഹാനായ സിദ്ദീഖ് എന്നവരുടെ മോള് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ 6000 ദിർഹം അവരുടെ കയ്യിലേക്ക് വന്നത് മുഴുവൻ ഒരു ദിവസം ചെലവഴിച്ച ചരിത്രമുണ്ട്. അത്രേ വന്നുള്ളൂ, അങ്ങ് കൊടുത്തു. അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അസ്മാ ബീവി ചെയ്യുന്നത് ആദ്യം, അന്ന് അടിമകളുണ്ട്, അടിമച്ചന്തയുണ്ട്, അടിമകളെ പോയി മോചിപ്പിക്കും, അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കും. ഒരടിമയെ വാങ്ങിക്കണമെങ്കിൽ മിനിമം 40,000 50,000 ദിർഹം കൊടുക്കണം. അതങ്ങ് ഫ്രീ ആയിട്ട് അവരെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ ജോലി എടുക്കാനാ, അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനാ അന്നത്തെ കാലം അതാ. പക്ഷെ അസ്മാ ബീവി ചെയ്യ എന്താണെന്നറിയോ, അവരെ പൈസ കൊടുത്ത് വാങ്ങിക്കും, എന്നിട്ട് പറയും നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തന്നു പടച്ചവനെ ഉദ്ദേശിച്ച്, നീ പൊയ്ക്കോ, നീ നിന്റെ സ്വതന്ത്ര ജീവിതം, നീ ഇനി മുതൽ അടിമയല്ല. ഇതാണ് ഇത്ഖ് എന്ന് പറയാ, അടിമമോചനം ചെയ്യുക. ഇസ്ലാമിൽ പലതിനും അടിമമോചനം പരിഹാരമാണ്. ഒരാളെ സത്യം ചെയ്ത് പറഞ്ഞു വല്ലാഹി ഞാൻ കോഴി തിന്നൂല, ഉദാഹരണം പറയാം, വല്ലാഹി ഞാൻ ഐസ്ക്രീം തിന്നൂല, ഒരു ഉദാഹരണം പറയാം, എന്നിട്ട് ഐസ്ക്രീം തിന്നു എന്ന് വിചാരിക്കുക, വല്ലാഹി പറഞ്ഞിട്ട് തിന്നാൽ 3 ദിവസം നോമ്പെടുക്കണം. അതിന് മുമ്പ് ഒരടിമയെ മോചിപ്പിക്കണം. ഇന്ന് അടിമകളൊന്നുമില്ലല്ലോ. അടുത്ത ഓപ്ഷൻ 3 നോമ്പെടുക്കണം, 3 ദിവസം തുടർച്ചയായിട്ട്. എന്തേ? അള്ളാന്റെ പേര് പറഞ്ഞ് സത്യം ചെയ്തതിനെതിരെ ചെയ്തില്ലേ, അതിന്റെ പ്രായശ്ചിത്തം അതാണ്. പക്ഷെ അതിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ അടിമമോചനമാണ്, അടിമയെ മോചിപ്പിക്കുക. പിന്നെ മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കുക. 3 ദിവസം നോമ്പെടുക്കാനും പറ്റാത്ത ആള് 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും. ആ ഒരു രീതി, ഓരോന്നിലും പ്രായശ്ചിത്തം എന്താ? അടിമകളെ മോചിപ്പിക്കല. ബീവി റളിയല്ലാഹു അൻഹ തലവേദനയുണ്ടായപ്പോൾ എന്ന് പറഞ്ഞു അല്ലാമ ഇബ്നു അബി മുലൈക ഇത് റിപ്പോർട്ട് ചെയ്തു. അവർക്ക് തലവേദന വന്നപ്പോ കൈനെറ്റിയിൽ വെച്ചുകൊണ്ട് മഹദി പറയാൻ, ബിദംബി, ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാവണം അല്ലാഹു എനിക്ക് പരീക്ഷണം തന്നത്. വമാ യഗ്ഫിറുഹു അല്ലാഹു അക്സർ, എന്റെ പടച്ച തമ്പുരാൻ ഒരുപാട് എനിക്ക് മാപ്പ് നൽകുന്നുണ്ട്. ഞാൻ ഈ ചെയ്തത് കൊണ്ട് അല്ലാഹു ഈ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാവണം എനിക്ക് തലവേദന വന്നത് എന്ന്. ഒരു പ്രയാസം വരുമ്പോ നമ്മൾ ചെയ്ത തെറ്റുകൊണ്ടാണോ എന്ന് തിരിച്ചറിവ് അസ്മാ ബീവി പഠിപ്പിച്ചതാണ് റളിയല്ലാഹു തആല അൻഹ. നിങ്ങൾക്കറിയുമോ ഉമ്മു ശരീക്ക് ഗസിയ ബിൻതു ജാബിർ ഇബ്നു ഹകീം റളിയല്ലാഹു അൻഹ, അവരെ ശിക്ഷിച്ചിരുന്ന ആളുകൾ അവർ കാരണം ഇസ്ലാം സ്വീകരിച്ചു എന്നതാണ് അത്ഭുതം. ഇത് സ്വഹാബിയത്തായ വനിതയാണ് ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ. ഉമ്മു ശരീക്ക് ഗസിയ ബീവി, ഗസിയ അത് നല്ലൊരു പേരാ, ഗസിയ. ഉസ്മാനോ എഴുതിക്കോ, ഗസിയ ബീവി റളിയല്ലാഹു അൻഹ. ഗസിയ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു ശരീക്ക് ഗസിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു. അവരെന്ന മക്കയിലാണ്. അപ്പൊ അവരുടെ കുടുംബം ഒരു വലിയ കുടുംബമാണ്. അപ്പോ അന്നത്തെ മക്കയിലെ പ്രമാണിമാർ ബീവിയെ ശിക്ഷിക്കുകയാണ്. അവരുടെ ഭർത്താവ് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. വാപ്പ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല, ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു പിന്നീട്. പക്ഷെ ഇവര് അന്ന് ഒറ്റക്കാണ്. അന്ന് ഈ പെണ്ണിനെ, പാവം പെണ്ണിനെ അവര് പറഞ്ഞു, നിന്നെ ഞങ്ങൾ മദീന വരെ ആക്കിത്തരാം, നീ പോയിക്കോ, നിന്നെ ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പക്ഷെ നിന്റെ കുടുംബം ഇച്ചിരി തറവാടുള്ള കുടുംബമാണ്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൈവെക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറെന്ന് പറഞ്ഞു. ആ മഹദി പറയാം, ഒരു തുണി പോലും അത് വിരിച്ചു തരാതെ പച്ച ഒട്ടകത്തിന്റെ ആ ഒരു രോമത്തിന്റെ മുകളിൽ ഞാൻ ഇരുന്ന് 15 ദിവസം എടുത്തിട്ട് മദീനയിലേക്ക് എത്തുകയാണ്. മരുഭൂമിയിൽ പോകുമ്പോ ആദ്യത്തെ 3 ദിവസം കുടിക്കാനോ തിന്നാനോ ഒന്നും ഈ മഹദിക്ക് കൊടുത്തില്ല. ഇവര് കൂടെ പോകുന്ന ആൾക്കാർ അവര് അവിശ്വാസികളായിരുന്നു. മഹദി പറയാ, നട്ടുച്ച നേരത്ത് എന്റെ ഒട്ടകത്തെ വെയിലത്ത് നിർത്തി ഇവരെന്ത് ചെയ്യും, ഒരു മരത്തിന്റെ തണലിൽ പോയി വിശ്രമിക്കും. ഞാൻ വെയിൽ കൊള്ളും. 3 ദിവസമായി തളർന്നിരിക്കുകയാണ് ഞാൻ. അവർക്ക് വെള്ളമുണ്ട്, എനിക്ക് കുടിക്കാൻ തരൂല. 3 ദിവസം ഞാൻ പിടിച്ചു നിന്നു. മഹദി പറയാ റളിയല്ലാഹു അൻഹ, ഗസിയ ബീവി റളിയല്ലാഹു, അല്ലാഹുവിന്റെ ഒരു സഹായം വന്നു. ആ സഹായം കണ്ടപ്പോഴാണ് ഇവർ അത്ഭുതപ്പെട്ടത്. ബീവി പറയാ, അങ്ങനെ ഞാൻ തളർന്നിങ്ങനെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ തലതാഴ്ച കിടക്കാണ്. എന്റെ പെരടിയിൽ എന്തോ ഒരു തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ തലപൊക്കി നോക്കുമ്പോ ഒരു ചെറിയ പാത്രം പോലെ ഒത്തത്, ദൽവുൻ ഫീഹാ മാ, അതിൽ വെള്ളമുണ്ട്. എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നതാ. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചു, അപ്പോഴേക്കും അത് കയറിപ്പോയി.
കുറച്ചു കഴിഞ്ഞ് വീണ്ടും താഴ്ന്നു വന്നു. ഞാൻ കുടിച്ചു. ദാഹം തീരെ മുമ്പ് അത് മേലോട്ട് പോയി. അപ്പൊ ഇവർ ഉറങ്ങാണ്. ഇവിടെ ഒരു മരത്തിന്റെ താഴെ നട്ടുച്ച നേരത്ത് ഈ മഹദിയെ ഒട്ടകപ്പുറത്ത് നിർത്തിയിട്ട് അവർ ചെയ്ത പണിയാണത്. പക്ഷെ അള്ളാഹു അവർക്ക് വെള്ളം കൊടുത്തു. മൂന്നാമത്തെ തവണയും വന്നു. ആ ചെറിയ കൊച്ചു പാത്രം ഇറങ്ങി വന്നു. ആ വെള്ളം മഹദി കുടിച്ചു. നാലാമത്തെ തവണയും അഞ്ചാമതും വന്നു. മഹദി പറയാം, ഞാൻ എന്റെ ദേഹത്തേക്ക് കണ്ട് വെള്ളം ഒഴിച്ചു. ഞാനങ്ങ് നനഞ്ഞു. എനിക്ക് വലിയ ക്ഷീണുണ്ടായിരുന്നു, കൊണ്ട് കുളിച്ചു. അപ്പോഴാണ് ഇവർ ഇറങ്ങി വരുന്നത്, ഉണർന്നു വരുന്നത്. വെള്ളം നീ എങ്ങാൻ എടുത്ത് കുടിച്ച്, ഈ ഒട്ടകപ്പുറത്ത് നിന്നെ ഞങ്ങൾ കെട്ടിയിട്ടതാണ്, നീ താഴെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ വെള്ളം എടുത്ത് കുടിച്ച് തീർത്തല്ലേ. അതാണ് സംഭവിച്ചതെങ്കിൽ ഈ മരുഭൂമിയിൽ നിന്നെ ഞങ്ങൾ കഷ്ണം കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുന്നു പറഞ്ഞു. അച്ഛനെ ബി പറഞ്ഞു, നിങ്ങളുടെ വെള്ളം നിങ്ങൾ പോയി നോക്കൂ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അവർ ചെന്ന് നോക്കുമ്പോൾ ആ വെള്ളം അങ്ങനെ തന്നെ ഉണ്ട്. അവരുടെ ലഗേജിനൊന്നും പറ്റിയിട്ടില്ല. അവർ ചോദിച്ചത് എന്താണ്, പിന്നെ എന്താ സംഭവിച്ചത്? മഹദി പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വെള്ളം ആകാശലോകത്ത് നിന്ന് എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന അനുഭവം എനിക്കുണ്ടായി. ആ വെള്ളമാണ് ഈ കാണുന്നത്. അവര് പറഞ്ഞു, ഇന്ന ദീനകി ലഖൈർ, അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുന്ന ദീൻ സത്യമാണല്ലോ, അതിലൊരു അർത്ഥമുണ്ടല്ലോ. ഞങ്ങളും നിന്റെ മതത്തിലേക്ക് വരികയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 പേരുണ്ടായിരുന്നു. പിന്നീട് 3 പേരും ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ് മദീനത്തേക്ക് പോകുന്നത്. അങ്ങനെ നബി തങ്ങളെ കണ്ടുമുട്ടുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസിയ ബീവിയുടെ ഈ സംഭവം അവര് പറയുന്നതിന് മുമ്പേ നബി തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു അനുഭവം വരാൻ പോകുന്ന പെണ്ണിനുണ്ടായിരുന്നു നബിയെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു. ആ സംഭവം വളരെ വലുതാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുന്ന ഒരു പെണ്ണ് എത്ര ഗൗരവത്തോടുകൂടെയാണ് അവരുടെ വിശ്വാസവും അവരുടെ ആദർശവും. ഒരു പ്രലോഭനത്തിനും ഒരു പ്രകോപനത്തിനും വഴങ്ങാതെ സത്യസന്ധമായ ഒരു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നത് ഉമ്മു ശരീഖ് ഗസിയ ബീബി റളിയല്ലാഹു അൻഹ. എത്രയോ മഹദിമാരുണ്ട്, നുസൈബ ബീവി അടക്കം. ഉമ്മു സുലൈം ഇംറഅതു അബീ തുൽഹ, സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോൾ ആ കുഞ്ഞിന്റെ മരണവാർത്ത ഭർത്താവിനെ അറിയിച്ചുകൊണ്ട്, ഭർത്താവിന് എംബാരസ്മെന്റ് ഉണ്ടാക്കരുത്, ഭർത്താവിനെ വേദനിപ്പിക്കരുത്, ഭർത്താവിനെ സ്തംഭിപ്പിക്കരുത്, ഞാൻ പറയാം എന്ന് പറഞ്ഞ് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ഭർത്താവിനോട് മഹദിയായ റളിയല്ലാഹു തആല അൻഹാ ഉമ്മു സുലൈം ബിൻതു മിൽഹാൻ റുമൈസ ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹ, അബൂ ത്വൽഹ എന്നതിന്റെ ഭർത്താവ് തിരിച്ചു വന്നപ്പോ അബൂ ത്വൽഹ തങ്ങൾ ചോദിച്ചു, മോൻ എങ്ങനെയുണ്ട്? ചരിത്രം നമുക്കറിയാലോ. അപ്പൊ പറഞ്ഞു, എന്ത് ഹുവ അസ്കനു മിമ്മാ കാൻ, മോൻ അസുഖമായിരുന്നു, പിന്നെ ശ്വാസതടസ്സത്തിന്റെ ആസ്മ ഉണ്ടായിരുന്നു. അപ്പൊ യാത്ര കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞ് വരിക. അപ്പൊ രാത്രിയല്ലേ, വിളക്കൊന്നും ലൈറ്റൊന്നും ഇല്ലല്ലോ, കുട്ടി ശാന്തനാണെന്ന് പറഞ്ഞു. ഇവിടെ കുട്ടി മയ്യത്തായിട്ട് അടുത്ത റൂമിൽ കിടക്കുകയാണ്. അപ്പൊ മഹാനവറുകൾ അങ്ങോട്ട് ചെന്നില്ല. ശാന്തനാണെന്ന് പറഞ്ഞു ബീവി. അവരൊരുമിച്ച് കിടന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് രാവിലെ സുബഹിയാകാൻ നേരത്ത് പറയാണ്, നമ്മുടെ അയൽവാസികളെ എത്ര മോശക്കാരാന്നറിയോ? എന്തേ? അവരെ ഒരു സാധനം വായ്പ വാങ്ങിയിട്ട് അത് തിരിച്ചു ചോദിച്ചപ്പോ കൊടുക്കുന്നില്ലോലോ. അങ്ങനെയോ? ബിഅ്സൽ ജാർ, എത്ര മോശമാണത്. പറഞ്ഞു, അയൽവാസികളല്ലോ, അള്ളാഹു നമുക്ക് വായ്പയായി തന്ന നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു, മകൻ മരിച്ചിരിക്കുന്നു. അതിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ഉമ്മു സുലൈം, നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഇത്രയും നേരം? അതൊരു ഉമ്മയുടെ ക്ഷമയാണത്. ഒരു പെണ്ണിനങ്ങനെ ക്ഷമിക്കാൻ കഴിയുമോ? ഭർത്താവ് ക്ഷമിച്ചേക്കാൻ ചിലപ്പോ ഇങ്ങനെ, പക്ഷെ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഒരു ഉമ്മ സ്വന്തം ഭർത്താവിന്റെ മനസ്സ് നോവിക്കരുത് എന്ന് വിചാരിച്ച്, ഭർത്താവിന് യാത്ര കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് വേദനയുള്ള വാർത്തകൾ ആ സമയം പറയരുത് എന്ന് ചിന്തിച്ച ഒരു നല്ല മഹദി, യാത്ര കഴിഞ്ഞു വരുന്ന ഒരു ഭർത്താവിന്റെ ക്ഷീണവും പ്രയാസവും മനസ്സിലാക്കി ആ ഭർത്താവിനെ നോവിക്കാതിരിക്കാൻ തീരുമാനിച്ച മഹദി, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഈ കേസ് വരുന്നു. പ്രവാചകർ തിരുമേനി ഇടപെടുന്നു. തിരുമേനി പറഞ്ഞു, അബൂ തുൽഹ, നിങ്ങൾ സന്തോഷിക്കണമേ. ഉമ്മു സുലൈം എത്ര ക്ഷമിച്ചവളാണ്. ഇന്നലത്തെ രാത്രി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിടന്നില്ലയോ? അള്ളാഹു നിങ്ങൾക്ക് അതിൽ ഒരു കുഞ്ഞിനെ നൽകും. ആ കുഞ്ഞിൽ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകും എന്ന് പ്രവാചകർ പ്രാർത്ഥിച്ചു കൊടുത്തു. അതിനുശേഷം മഹാനവറുകൾ പറയുന്നു, എനിക്ക് സ്വാലിഹീങ്ങളായ മക്കൾ ജനിച്ചു എന്ന്. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹ ഇത്രമേൽ ക്ഷമിച്ച ഒരു മഹദിയാണ് മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുമൈസ ബീവി. സ്വർഗ്ഗത്തിൽ റുമൈസ ബീവിയെ ഞാൻ കണ്ടു എന്ന് മിഅ്റാജിന്റെ യാത്രയിൽ നബി തങ്ങൾ പറഞ്ഞു. സമിഅതു ഖശ്ഫതൻ, ഞാനൊരു കാലൊച്ച കേട്ടു. നോക്കുമ്പോൾ ഫഇദാ അന ബിറുമൈസ ഇംറഅതി അബീ തുൽഹ, അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അത് റുമൈസ ബീവിയായിരുന്നു. അവർ ചെയ്ത ക്ഷമയാണ് അതിന് കാരണം. യാ അല്ലാഹ്, ഇസ്ബിറൂ വസാബിറൂ വറാ
വറാബിതു വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. ഖുർആൻ ക്ഷമിക്കണേ, ഇസ്ബിറു വസ്വാബിറു, ക്ഷമയിൽ നിങ്ങൾ മത്സരിക്കണമേ. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ക്ഷമയിൽ മത്സരിക്കണം. ഖുർആൻ പറയാ നിങ്ങൾ ക്ഷമയിൽ മത്സരിക്കണം. നമ്മൾ വേറെ പലതിലും മത്സരിക്കാം, ക്ഷമയിൽ മത്സരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് ഖുർആൻ. ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണമേ, വസ്വാബിറു വറാബിതു. റാബിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിബാത്ത് ചെയ്യണം. റിബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ബോർഡർ കാക്കണം എന്നാണ്. പട്ടാളക്കാർ ചെയ്യുന്ന സേവനം, ഒരു രാജ്യത്തിന് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്, രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരാണെന്ന് വരുത്തുന്ന പോലീസുകാർ ചെയ്യുന്ന സേവനം, ഇത് ഭയങ്കര വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. വറാബിതു, നിങ്ങൾ മുറാബിത്തുകളാകണം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ബോർഡർ നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള മിസ്കീന്മാർ, പാവപ്പെട്ട രോഗികള്, പെണ്ണുങ്ങള്, നിരാലംബരായ ആളുകള്, കുട്ടികള്, നിരപരാധികള്, ഇവരെയൊക്കെ ശത്രുക്കളൊന്നും അറ്റാക്ക് ചെയ്യൂലേ? നിങ്ങൾ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. വറാബിതു, ഇസ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരും. ഹഫ്സ ബിൻതു സീരീൻ, ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിന്റെ, മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങളുടെ മകളുണ്ട് ഹഫ്സ. ഹഫ്സ ബിൻതു സീരീൻ അൽ ആബിദത്തു തഖിയ്യ, തഖ്വയുള്ള ആബിദത്തായ മഹദിയാണ്. 12 വയസ്സുള്ളപ്പോൾ ഖുർആൻ മനപ്പാഠമാക്കിയ കൊച്ചുമിടുക്കിയാണ് ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു അൻഹ. ഹദീസിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അല്ലാമ മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറയാ, എന്റെ സഹോദരി ഹഫ്സ ബിൻതു സീരീനോട് പോയി ചോദിച്ചു നോക്കൂ, അവര് പറയുന്നതായിരിക്കും ശരി. പെങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുക. പെങ്ങൾ അത്രക്ക് വലിയ പണ്ഡിതയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കണം എന്ന് പറയുന്നത്. പണ്ഡിതയായ മഹദി അല്ലാമ ഇബ്നു സീരീൻ, സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവ്. കേട്ടിട്ടില്ലേ? സ്വപ്നങ്ങൾക്കൊക്കെ വ്യാഖ്യാനമുണ്ട്, സ്വപ്നങ്ങൾക്ക് കൗതുകകരമായ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ കാസർഗോഡ് എവിടെയോ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഒരു വേദം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ പഴയ റദ്ദുച്ചാന്റെ ആ പരിപാടിക്ക് വന്നിട്ട്, റദ്ദുച്ചാന്റെ കെയറോഫിലെ പരിപാടി ഉണ്ടായിരുന്നു റദ്ദുച്ചാന്റെ വഫാത്തിന് ശേഷം. ഇവിടെ അടുത്തെവിടെയാണല്ലോ, നായമാർമൂലെ, അവിടെ ആ ഒരു വിഷയമായിരുന്നു സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടത്. അതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലുമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. രസകരമായൊരു വിഷയമാണത്. ഈ സ്വപ്നം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സംഗതിയല്ല, അതിനർത്ഥമുണ്ടെന്നാണ്. അതിനർത്ഥമുണ്ട്, അതിന് വ്യാഖ്യാനമുണ്ട്. പക്ഷെ അത് അറിയുന്നവരോട് പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞുതരും. അതൊരു മെസ്സേജാണ്, പടച്ചതമ്പുരാൻ തരുന്നൊരു മെസ്സേജ്. ചിലത് പൈശാചികമാണ്, ചിലത് ശരീരത്തിൻ്റെതാണ്, ചിലത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, ചിലത് അള്ളാഹുവിൽ നിന്നുള്ള മെസ്സേജാണ്. അങ്ങനെയൊക്കെ വരാം. അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് വരെ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ഉണ്ടെന്ന്, അതിന് വരെ അർത്ഥം ഉണ്ടാവുന്ന, ഇതൊരു പഠിക്കേണ്ട ഒരു സയൻസാണ്. ഇരിക്കട്ടെ. ആ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവാണ് അല്ലാമ ഇബ്നു സീരീൻ. വേറെ പണ്ഡിതനുണ്ട് അല്ലാമ നാബുലുസി. ഇവരൊക്കെ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ കിതാബ് എഴുതിയ മഹാന്മാരാണ്. അവരുടെ പെങ്ങളാണ് ഈ പറഞ്ഞത്. 12 വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയ വലിയ ഖുർആൻ പണ്ഡിതയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾക്കൊക്കെ പേരുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ, പെൺകുട്ടികൾക്കൊക്കെ പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഹഫ്സ ബിൻതു സീരീൻ നമ്മൾ പരിഗണിക്കേണ്ട ഒരു മഹദിയാണ്. ഖുർആൻ പാഠ്യത്തിലെ വലിയ മഹത്വം കൈവരിച്ച പെണ്ണാണ് ഹഫ്സ ബിൻതു സീരീൻ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ചരിത്രം വളരെ വലുതാണ്. അംറ ബിൻതു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളർന്ന മഹദിയാണ് عمرة بنت سيرين. عمرة بنت عبد الرحمن كانت عالمة فقيهة حجة كثيرة العلم. ഒരുപാട് അറിവുണ്ടായിരുന്ന പണ്ഡിതയായിരുന്നവരെ ഹനായ ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവർ പറയുന്നുണ്ട്, യാ ഗുലാം അറാക തഹരിസു അലാ തലബിൽ ഇൽം. അല്ലാമ ഇബ്നു ശിഹാബ് തങ്ങൾ പറയാ, എന്നോട് പറഞ്ഞു, ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന മഹാൻ എന്നോട് പറഞ്ഞു, ഇബ്നു ശിഹാബേ, നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടല്ലേ, നല്ല പാണ്ഡിത്യമുള്ള ഒരാളെ ഞാൻ പറഞ്ഞു തരാം, അവരുടെ അരികത്ത് ചെന്ന് ഇൽമ പഠിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അലൈക ബി അംറാ, അംറ ബീവിയെ അവരുടെ അരികത്ത് ചെന്ന് നിങ്ങൾ പഠിക്കണമേ. ഫഇന്നഹാ കാനത് ഫീ ഹിജ്രി ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്നുകൊണ്ട് ഇൽമ പഠിച്ച പണ്ഡിതയാണ് അംറ ബിൻതു അബ്ദുറഹ്മാൻ.
അല്ലാമ ഇബ്നു ശിഹാബ് സുഹരി തങ്ങളോടായി പറയുന്നത്, ഇൽമു ഇബ്നു ശിഹാബ് സുഹരി തങ്ങളുടെ ഉസ്താദുമാരിൽ അറിയപ്പെടുന്ന ഒരു മഹദിയാണ് അംറ ബിൻത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് നമ്മൾ മഹച്ചരിതം രചിച്ച മഹദിമാർ എന്ന് പറയാൻ കാരണം ഉമ്മു ദർദാ അസ്-സുഗ്റാ റളിയല്ലാഹു അൻഹ ആബിദത്തായിരുന്നു. ഇമാം മാലിക് എന്നവരുടെ മോളുണ്ട് ബിൻതുൽ ഇമാം മാലിക്. ഇമാം മാലിക് എന്നവരുടെ മകള്. മാലിക് എന്നവരുടെ മുമ്പിൽ ഹദീസ് ഓതി കൊടുക്കുമ്പോ ഓതുന്ന മുതഅല്ലിം എന്തെങ്കിലും ഒരു ഇബാറത്ത് അതിന്റെ ഇഅ്റാബ് പിഴച്ചു വായിച്ചാൽ, അക്ഷരം തെറ്റിയാൽ, അതിന്റെ ഹറക്കത്ത് തെറ്റിയാൽ വാതിലിന്റെ പിന്നിന്നൊരു മുട്ട് വരും. അപ്പൊ ഇമാം പറയും, നീ ഓതി തെറ്റിയിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ മടക്കി ഓതു എന്ന് പറയും. അപ്പൊ ആരായത്? ഇമാം മാലിക് എന്നവരുടെ മുഅത്വ എന്ന ഹദീസ് ഗ്രന്ഥം മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാം മാലിക് എന്നവരുടെ മോളാണ്. വാതിൽക്ക് അവരിങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ വായിക്കുന്ന കുട്ടിക്ക് തെറ്റിയാൽ മോള് വാതിൽക്ക് മുട്ടും. അപ്പൊ ഇമാം എന്നവർ പറയാം, തെറ്റിയിട്ടുണ്ടല്ലോ, മടക്കി ഓത് എന്ന് പറയും. അങ്ങനത്തെ മഹദിയാണ് ഇമാം മാലിക് എന്നവരുടെ മോള് റളിയല്ലാഹു അൻഹാ. അല്ലാമ ഇബ്നുൽ മദീനയുടെ ഉമ്മ വലിയ ബുദ്ധിമതിയായ മഹദിയാണ്. വലിയ ബുദ്ധിമതിയായ മഹദിയാണ് അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ. അവര് ബസ്റയിലായിരുന്നു, ഇറാഖിൽ ബസ്റയിലായിരുന്നു. യമനിൽ പോയിട്ടാണ് പഠിച്ചത് ഒരുപാട് കാലം. അന്ന് യമനിൽ വലിയ പണ്ഡിതന്മാരുള്ള കാലമാണ്. അവിടുത്തെ തെരീമിലും അതുപോലെ തന്നെ സൻആയിലും ഹദറമൗത്തിലും വലിയ വലിയ ആലിമീങ്ങളുള്ള കാലമാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നത്. ബസ്റയിലേക്ക് വന്നപ്പോ അലി ഇബ്നുൽ മദീനി എന്ന വലിയ മഹാപണ്ഡിതനായി മാറിയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ, നീ ഇത്രയും കാലം ഇവിടെ നിന്ന് പോയില്ലേ, അതിനുശേഷമാണ് നിന്റെ കുറച്ച് നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും എനിക്ക് മനസ്സിലായത്. അതെന്താ ഉമ്മ? ഞാൻ പോയപ്പോ കുറച്ച് നല്ല കൂട്ടുകാരും ചീത്ത കൂട്ടുകാരും അവരാരാ എന്ന് ചോദിച്ചു. അപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, നീ കാണാതെയായപ്പോ, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെന്നും അറിയില്ലല്ലോ, കുറെ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. 3 വർഷം വരാതിരുന്നപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേന്ന് തന്നെ അറിയാതെയായി. അപ്പോ ചില കൂട്ടുകാർ വന്ന് പറഞ്ഞു, ഉമ്മാ ഇസ്ബിരി, നിങ്ങൾ ക്ഷമിച്ചേക്കണമേ, നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചുപോയി, അതതിനർത്ഥം. ഇസ്ബിരി, നിങ്ങൾ ക്ഷമിച്ചേക്കണമേ. ഇവർ നല്ല കൂട്ടുകാരാട്ടോ. നിങ്ങൾ ക്ഷമിച്ചേക്കണമേ. ആ മോൻ തിരിച്ചു വന്നാൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയുണ്ടാകും. ഇപ്പൊ മക്കളെ പഠിക്കാൻ കോളേജിലേക്കൊക്കെ വിട്ടാല് ഉമ്മാർക്ക് കുറച്ച് ദിവസങ്ങൾ ഉറക്കം വരില്ല. റബ്ബേ, എന്റെ മോൻ ഹോസ്റ്റലിലാണല്ലോ, അവന് ഭക്ഷണം ശരിയായിട്ടുണ്ടാവോ, അവന്റെ ബെഡ് അവന്റെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവോ, അവന്റെ വാഷ് ചെയ്യുന്നത്, അവന്റെ പഠിത്തം, അവന്റെ അവസ്ഥ എന്തായിരിക്കും? ഇതോർത്ത് ഇൽമ പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയച്ചാൽ ഭയങ്കര ടെൻഷൻ വരും. മാസങ്ങളോളം ചിലപ്പോൾ. പിന്നെ ഉമ്മാര് സഹികെട്ട് മക്കളെ തിരിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. എനിക്ക് പറ്റൂലേ എൻ്റെ കുട്ടിനെ വിട്ടിട്ട് എന്ന് പറയും. അത് വലിയ വിഷമം തന്നെയാണ്. പക്ഷേ അലി ഇബ്നുൽ മദീനി തങ്ങളുടെ ഉമ്മയോട് ചില ആൾക്കാർ വന്ന് പറഞ്ഞു, നല്ല സുഹൃത്തുക്കള്, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണേ. അവർ തിരിച്ചു വരും. തിരിച്ചു വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. എനിക്ക് എൻ്റെ അനുഭവം തന്നെ എനിക്ക് പറയാൻ, ഞാൻ എൻ്റെ ഉപ്പാക്കൊരു മോനേ ഉള്ളൂ, 2 പെങ്ങന്മാർ. അപ്പോൾ ദാറുൽ ഹുദയിൽ പഠിക്കാൻ വേണ്ടി ആക്കിയപ്പോൾ ഉപ്പാൻ്റെ കൂടെ നിൽക്കാനും ഉപ്പാൻ്റെ കൂടെ കളിച്ച് നടക്കാനൊക്കെ ഉള്ളൊരു മോനാണ്. ഉപ്പാക്ക് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ എന്താ ചെയ്യുക, ദാറുൽ ഹുദയിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കുമ്പോൾ 11 വയസ്സാവുന്നേ ഉള്ളൂ. ദാറുൽ ഹുദയുടെ ക്യാമ്പസിലേക്ക് ആക്കി തന്ന് ഉടുക്കാനുള്ള വസ്ത്രവും സോപ്പും പേസ്റ്റും ബ്രഷും സാധനങ്ങളൊക്കെ വെട്ടിയിലാക്കി തന്ന് ഏൽപ്പിച്ച് ഒരു കൊച്ചുകുട്ടിയായി കയറി ചെല്ലുമ്പോഴേ അവിടെ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് വരികയാണ്, വലിയ ക്യാമ്പസിലേക്ക്. ഉപ്പ അവിടെ ആക്കിയിട്ട് തിരിച്ചുപോയി കരഞ്ഞ് വീണ്ടും ബസ് കയറാതെ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഒന്നുകൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2ാമതും കണ്ട് വലിയ സങ്കടത്തിൽ കണ്ണുകൾ നനഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷെ അന്ന് നമുക്കിപ്പോൾ അത്ര ഫീലൊന്നും തോന്നൂല, നമ്മൾ കുട്ടികളെല്ലാം പഠിക്കുന്ന സമയമല്ലേ. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നിയ അസുഖം, റബ്ബേ ഇത് ശരിയാവില്ലല്ലോ, വീട്ടിലേക്ക് തന്നെ പോകണമല്ലോ. പിന്നെ അങ്ങ് എന്തോ അള്ളാഹുവിൻ്റെ ഒരു സഹായം അങ്ങനെ നിന്നു. ആ നിലനിന്ന് കിട്ടിയത് കൊണ്ട് കഴിച്ചിലായിപ്പോയി. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും താലോലും പറഞ്ഞു കൊണ്ടുപോയിക്കണമെങ്കിൽ നമ്മൾ പഠിക്കാനൊന്നും അവസരം കിട്ടാതെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിട്ടുനിൽക്കൽ വലിയ വേദനയാണ്. അമ്മാക്കും വാപ്പാക്കും ഒക്കെ വേദനയാണ്. നമുക്ക് നമ്മുടെ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കുമ്പോൾ, വലിയ മക്കളാണെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉമ്മാരെ കെട്ടിപ്പിടിച്ച് കരയില്ലേ, പടച്ചവനെ എന്താണ് അവ കാണുക. ആകെ ഒരു 3.5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ ഫ്ലൈറ്റിനൊക്കെ വരികയാണെങ്കിൽ. എന്നാലും പറയും, പണ്ടത്തെ പോലെ നല്ല എത്ര സൗകര്യങ്ങളാണ്.
അപ്പൊ ഈ വിട്ട് നിൽക്കുന്നത് വലിയ വേദനയാണ്. അതൊക്കെ സഹിച്ചിട്ടാണ് ഇവിടെ പണ്ഡിതന്മാർ ഉസ്താദുമാരൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ദർസ് ഉണ്ടാവില്ല, ചെറിയ മുത്താലിമീങ്ങൾ ഇങ്ങനെ നടക്കുന്ന പാവങ്ങള്, എന്തോ ഒരു രസമാണ്. ആ ഒരു റാഹത്താണ് ചില പള്ളികളിൽ ജമാഅത്തിനൊക്കെ മുത്താലിമീങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ. അപ്പൊ അവർക്കൊക്കെ ഉമ്മി മാപ്പിയൊക്കെ ഇല്ലേ, അവർക്കൊക്കെ നാടുകളില്ലേ, അവർക്കൊക്കെ വീടില്ലേ, അവരൊക്കെ വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുകയാണ് അവര്. അപ്പൊ അവരെ നമ്മുടെ മക്കളെ പോലെ, നമ്മുടെ നാട്ടുകാരെ പോലെ നമ്മൾ അവരെ സ്നേഹിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. ആ മക്കളൊക്കെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ തീരുമാനിച്ചാൽ എൽമ പഠിക്കാൻ ആളുണ്ടാവോ? അടുത്തൊരു തലമുറക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടാവോ? ഇതൊക്കെ ത്യാഗമാണ്, ഒരുപാട് ആളുകളുടെ ത്യാഗമാണ് ഈ കാണുന്ന പണ്ഡിതന്മാരൊക്കെ. നിങ്ങളുടെയൊക്കെ സഹായമാണ്, നിങ്ങളുടെയൊക്കെ സ്നേഹമാണത്. മഹാനായ അലി ഇബ്നുൽ മദീനി റളിയല്ലാഹു തആല അൻഹു, ബീവി ഖദീജ വിമൻസ് കോളേജ് ഒളിയത്തടുക്ക, അങ്ങനെ സ്ഥാപനം ഉണ്ടല്ലേ ഒളിയത്തടുക്കയിൽ, മതഭൗതിക വിദ്യാഭ്യാസവും +1 +2 കൊമേഴ്സ് ദാൽഹുദയുടെ മഹദിയ കോഴ്സ് വരെ കൊടുക്കുന്ന സ്ഥാപനം ഖദീജ ബീവിയുടെ പേരിൽ ബീവി ഖദീജ വിമൻസ് കോളേജ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ വിഷയം നിങ്ങൾ അറിയിക്കാം. നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവിടങ്ങളൊക്കെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ആൺകുട്ടികൾക്കാണെങ്കിൽ നമുക്കിവിടെ ചട്ടഞ്ചാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് നമ്മുടെ തൊട്ടടുത്താണ് അല്ലേ? ചട്ടഞ്ചാൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ.